ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ 26-ാം തീയതി തന്നെ അങ്ങ് തീർന്നു കേട്ടോ. അതെല്ലാം അങ്ങ് അവസാനിച്ചു. അപ്പോൾ എന്തായാലും അതിൽ ചിലതൊക്കെ പാളി, ചിലതൊക്കെ നന്നായി, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ഈ ടെൻഷനൊക്കെ ഒന്ന് റിലീഫാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ നമ്മൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. കാരണം എല്ലാവിടെയും ഫിൽഡാണ്. നിങ്ങൾക്കറിയാലോ, ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് മൂവിക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ളത്. അതന്നെ നമ്മുടെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റപ്പാലം ലാഡറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഷോക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. ഞങ്ങൾ കസിൻസും അമ്മായി, മാമൻ, അതേപോലെ തന്നെ അമ്മ, ഞാൻ എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 8:30-ക്ക് തന്നെ എത്തി. അപ്പോൾ 8:30-ക്ക് എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 റീൽസൊക്കെ എടുത്തു കേട്ടോ. അത് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും, അപ്പോൾ കാണാൻ മറക്കണ്ട. പിന്നെ സിനിമേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, കിടുവാണ്. അപ്പോൾ തുടക്കത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ലേശം ലാഗുള്ള മാതിരിയാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻസും കാര്യങ്ങളും ഒക്കെ വേറെ ലെവലാണ്. ഭയങ്കര എനർജി ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കാണാനായിട്ട്. പൃഥ്വിരാജും ലാലേട്ടനും കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു എല്ലാ സീൻസിലും കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല, നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളും എന്തായാലും പോയി കാണൂ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.